ദേശൻ മാധ്യമങ്ങളോട് സംസാരിക്കും. അവസാനിക്കാനുള്ള സമയമായി. അവസാനത്തിന്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത്. ഇത്തരം യുദ്ധപ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ ഒന്നും ഞങ്ങളെ തടുത്തു നിർത്താൻ പറ്റില്ല. മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവ് തന്നെ വധഭീഷണിയിലാണ്. TP ചന്ദ്രശേഖരന് സംഭവിച്ചത് അദ്ദേഹത്തിന് സംഭവിക്കുമെന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പാർട്ടിക്കെതിരായിട്ട് ആര് സംസാരിച്ചാലും അവരെ ഇല്ലാതാക്കും എന്നുള്ള ധിക്കാരം നിറഞ്ഞ ഈ സമീപനത്തിനെതിരായി അതിശക്തമായി ഞങ്ങൾ നിലകൊള്ളും. ഇവർക്കെതിരായിട്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയും അക്രമം നടത്തുകയും ചെയ്ത അക്രമകാരികൾക്കെതിരായി നിയമപരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകും. കാരണം ഇത് അക്രമത്തിനുള്ള പ്രഖ്യാപനമാണ്, പരസ്യമായ പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നീതിന്യായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണം, ഇവിടെ ക്രമസമാധാനം നിലനിൽക്കണം. അതിനുള്ള ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയാണ് മുഖ്യമന്ത്രി. ഗൗരവത്തോടു കൂടി ഇത് ചെയ്യണം. പിന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഇന്നലെ അവിടുത്തെ ഉദ്ഘാടന വേളയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ് അതിന് വാഗ്ദാനം ചെയ്തത്. ഇപ്പോൾ ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തല്ലോ. രണ്ടാം ഘട്ട വികസനത്തിലും ഉദ്ഘാടനത്തിലുമൊക്കെ പ്രതിപക്ഷം പങ്കെടുത്തു, പൂർണ്ണമായി സഹകരിച്ചു. അവിടെ ഇന്നലെ ഇതിൻ്റെ എല്ലാം അവകാശവാദം ഉന്നയിച്ച മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് 2014 ഇത് തറക്കല്ലിടുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം പ്രതിപക്ഷം അന്ന് ബഹിഷ്കരിച്ചത്. അന്ന് മുഖ്യമന്ത്രി ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ്, ഇത് അഴിമതിയാണ്, കടൽ കൊള്ളയാണ് എന്ന് ആക്ഷേപിച്ച പദ്ധതിയാണ്. അതിനെയെല്ലാം മറികടന്ന് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ ഫലമായി അവിടെ ഇന്ന് ഉയർന്നു വന്നത്. അത് പറയാതിരിക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടിക്ക് ഒരു നന്ദി പറയാതിരിക്കാൻ പറ്റുമോ? അന്ന് ഇവർ ബഹിഷ്കരിച്ചതാണ്. അന്ന് ഇവർ പറഞ്ഞു 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ്. അത് പറഞ്ഞ മുഖ്യമന്ത്രി വന്നാണ് ഇന്നലെ വിഴിഞ്ഞത്തിൻ്റെ മുഴുവൻ അവകാശവാദം പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കണം. ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ എന്നിട്ട് ഞങ്ങൾ 90% സ്ഥലം ഏറ്റെടുത്തു. അതിൻ്റെ 2014 മുമ്പ് ബാക്കി 10% സ്ഥലം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. 2019 പൂർത്തിയാക്കേണ്ടത് 2024 പൂർത്തിയാക്കിയത്. 5 കൊല്ലം വൈകി. അതിനുശേഷം 2019 തന്നെ റോഡ് ഔട്ട്റീച്ച്, കാരണം തുറമുഖം വന്നാൽ പോലും ഇതെല്ലാം പുറത്തേക്ക് പോകണ്ടേ, കണ്ടെയ്നറെല്ലാം, അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. 11 കൊല്ലമായി. 12ാമത്തെ കൊല്ലത്തിലേക്ക് വരികയാണ്. ഔട്ട്റീച്ച് റെയിൽവേ അത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു, അത് പൂർത്തിയായിട്ടില്ല. അവിടെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവിടെ ഒരു മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കാം, ഇതിലുള്ളതാണ്, എഗ്രിമെൻറ്റിലുള്ളതാണ്. മത്സ്യ സംസ്കരണ പാർക്ക് നിർമ്മിക്കാം, ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഔട്ട്റിങ് റോഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു, അത് ചെയ്തില്ല. ഗ്രോത്ത് കോറിഡോർ ഉണ്ടാക്കാം, കാരണം ഇതിൻ്റെ വികസനം എല്ലാ ഭാഗത്തേക്ക് എത്തിക്കുക. ഈ 6 കാര്യങ്ങളും ചെയ്തിട്ടില്ല ഗവൺമെൻറ്, ഒന്നും ചെയ്തിട്ടില്ല. ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. 5000 കോടി രൂപ കൊടുത്തത് ആ എഗ്രിമെൻറ്റ് പ്രകാരമുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ ഷെയറാണ് അതെന്നുള്ളത്. എന്നിട്ട് പല കാര്യങ്ങളും വൈകിയിരിക്കുന്നു. എങ്കിലും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളുമായും വിഴിഞ്ഞം തുറമുഖം ശ്രദ്ധേയമായൊരു തുറമുഖമാക്കി മാറ്റുന്നതിന് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാവും. അനാവശ്യമായ അവകാശവാദമൊന്നും വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഒബ്ലിഗേഷനാണ്, ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ ഈ പറഞ്ഞ 6 കാര്യവും ഒന്നും ചെയ്തിട്ടില്ല. ഈ 6 കാര്യത്തിനും അതുകൂടി ചെയ്താലേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കേരളത്തിന് പ്രയോജനകരമായ രീതിയിൽ ആ വിഴിഞ്ഞം തുറമുഖം മാറുകയിൽ. അതങ്ങനെ മാറ്റണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കണ്ണൂരത്തെ വിഷയത്തിൽ നിയമപരമായ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും ചെയ്യും. നിയമപരമായ നടപടികൾ ഗവൺമെൻറ്റും പോലീസും സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും, ഉറപ്പായി സ്വീകരിക്കും. മറ്റൊന്ന്, ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ CPM ഒക്കെ തന്നെ പിന്നോട്ട്. വയനാട്ടിൽ ഇപ്പോൾ ശ്രീധരൻ അതിവേഗ റെയിലുമായി വരികയാണ്. അതിൽ തന്നെ 9 മാസമെങ്കിലും എടുക്കും അതിന്റെ ആദ്യത്തെ ഒരു പ്രാഥമിക പഠനം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കണ്ടിട്ടൊരു നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് അല്ല, എന്തായാലും ഒരു അതിവേഗ റെയിൽ വരട്ടെ. നമ്മൾ സിൽവർ ലൈനെ എതിർത്തത് ഒന്ന് പാരിസ്ഥിതികമായ വിഷയങ്ങളുടെ പേരിലും ഒന്ന് സാമ്പത്തികമായ വിഷയങ്ങളുടെ പേരിലും പ്രോപ്പറായിട്ടുള്ളൊരു DPR ഉണ്ടായില്ല എന്നുള്ളതാണ്. അതിനർത്ഥം കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ വേണ്ടാന്നല്ല. ഓൾട്ടർനേറ്റീവ് ബദലുകൾ പരിശോധിക്കട്ടെ. അതിനെന്താ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് നിർത്തുക, ആളുകളെല്ലാം ഇവർ റെയിൽ കൊണ്ടുവരാൻ പോകണമെന്ന് പറഞ്ഞ് ഇവർക്ക് വോട്ട് ചെയ്യാൻ പോകണ്ട, അതൊന്നുമില്ല. അതിവേഗ റെയിൽ വരട്ടെ, അതിൻ്റെ പ്രപ്പോസൽ വരട്ടെ, അതിൻ്റെ DPR തയ്യാറാക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ പോയിന്റ് ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം വളരെ പ്രധാനപ്പെട്ട ഘടകമായതിനു ശേഷം കേരളത്തിൽ അത്തരം പദ്ധതികൾ വരുമ്പോൾ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് സ്റ്റഡി വേണം. ഇങ്ങനെ 30 അടി ഉയരത്തിലൊക്കെ എംബാങ്ക്മെൻ്റൊക്കെ പണിഞ്ഞു വെച്ചാൽ കേരളം അവിടെ പോകും. അത് അംഗീകരിക്കപ്പെട്ടില്ല. ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് UDFൻ്റെ സബ് കമ്മിറ്റി
വളരെ വിശദമായ വിദഗ്ധരുമായി പഠനം നടത്തിയതിന് ശേഷമാണത്. പ്രാക്ടിക്കലല്ല, കേരളത്തിൽ പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ശരിവെച്ചില്ലേ. ഗവൺമെൻറ് തന്നെ അത് ഉപേക്ഷിച്ചു. ഗവൺമെൻറ് തന്നെ ഞങ്ങൾ സമരം ചെയ്തത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കിവിടെ അതിവേഗ റെയിൽ വേണ്ടെന്നുള്ളതല്ല. ഏത് നല്ല പ്രപ്പോസൽ വന്നാലും ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. DPR വന്ന് വളരെ വിശദമായി അത് പഠിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞു. കാരണം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നിരവധി വളവുകളുണ്ട്. ആ വളവുകൾ സ്ട്രെയിറ്റൈൻ ചെയ്ത് നിലവിലുള്ള പാതയുടെ കൂടെ തന്നെ ഡബിൾ ലൈനോ വല്ലതും പണിത് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് റെയിൽ വേണം, സ്പീഡിൽ സഞ്ചരിക്കണം. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ ഉണ്ടാകണം. അതിനൊന്നും നമ്മളെതിരല്ല. സിൽവർ ലൈൻ ഇതൊന്നും പഠിക്കാതെ ചെയ്ത തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്. ഇപ്പോൾ യാഥാർത്ഥ്യമായി. ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. വരട്ടെ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് എതിർക്കണത്? വരട്ടെ. പുനർജനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ഏത് അന്വേഷണവും വരട്ടെ, ഞാൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിനുശേഷം അല്ല, അത് പദ്ധതി എപ്പോഴും ഇങ്ങനെ പുതിയ വീടുകൾ തറക്കല്ലിട്ടും പുതിയ വീടുകൾ കൊടുത്തും ഒരു ഫ്ലാറ്റിൻ്റെ നിർമ്മാണം 4 വീടുകളുടെ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നൊരു കുടുംബത്തിന് ഒരു വീട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു വീടിൻ്റെ തറക്കല്ലിടും. നമ്മുടെ കയ്യിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ വരുന്നതനുസരിച്ചിട്ട് സഹായിക്കാനുള്ള സ്പോൺസർഷിപ്പും മറ്റും വരുന്നതനുസരിച്ചിട്ട് കൊടുക്കും. അത് പലരുടെയും സ്പോൺസർഷിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല കൊടുക്കുന്നത്. ഇതിവിടെ കരാറുകാരുണ്ട്, ലോക്കലായിട്ടുള്ള കരാറുകാരാണ്. അവർക്ക് പൈസ നേരിട്ടാണ് ഈ സ്പോൺസർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്യും, അത് പരമാവധി ചെയ്യും. എൻ്റെ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് വരുമ്പോൾ പല രീതിയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ രീതിയിലും സഹായമായിട്ട് മുമ്പോട്ട് പോകും. അതിനാരെങ്കിലും ശരി, പുനർജനി പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,